നമ്മൾ തലശ്ശേരിയാണേ ഉള്ളത്. ദേവൂട്ടൻ ജാനുവിനും ചെറിയൊരു ക്ലാസ് ഉണ്ട്, അങ്ങനെ വന്നതാണ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ നിന്ന് ബോറടിച്ചപ്പോൾ ഞാനും അച്ചുകൊണ്ട് ഇതാ അടുത്തുള്ളൊരു അമ്പലത്തിൽ വന്നേ. ആടെ നോക്കിയിട്ടെ ഒരുപാട് ആനേനെ കുളിപ്പിക്കുന്നില്ല. ഇത്ര അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് കാണുന്നു. ഇതാ 3-4 ആനകളുണ്ട്. അച്ചോട്ടന് ആകെ സന്തോഷമായിപ്പോയി കേട്ടോ കണ്ടിട്ട്. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ചോട്ടൻ്റെ കുറച്ച് ഫോട്ടോ ഞാൻ എടുത്തേ. നോക്കിയിട്ട് ആനൻ്റെ സ്റ്റൈൽ നോക്കിയിട്ടെ, നല്ല അതിൻ്റെ മേത്തെ ഡിസൈനെല്ലാം കണ്ട എന്താ അതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പോൾ കുറേ സമയം നമ്മൾ ആനേനെ നോക്കിയിരുന്ന് എന്നിട്ട് പപ്പയും മോളും കൂടിയിട്ട് മെല്ലെ അമ്പലത്തിന് ചുറ്റും നടന്നു കേട്ടോ. വലിയ ഗ്രൗണ്ടാണ്, മൈതാനാണ്. അപ്പോൾ കുറേ നടന്ന് എന്നിട്ട് റൗണ്ട് അടിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ കുളത്തിലിറങ്ങി നോക്കുമ്പോണ്ടല്ലോ അടിപൊളി കുളം, നല്ലൊരു സ്റ്റൈലും കുളം. അതിൻ്റെ നോക്കിയിട്ട് ഒരുപാട് മീനുകളുണ്ട്. നമ്മളെ തിലോപ്പിയ അങ്ങറ്റത്തൊന്നും മീൻ. അച്ചോട്ടൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് കാല് കഴുകണമെന്ന് പറഞ്ഞ് ഇതാ കാലൊന്ന് മുക്കിയ. ഞാൻ പറഞ്ഞ് ഈ മീൻ അടിക്കുമ്പോൾ ഇറങ്ങിക്കോന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും അച്ചോട്ടൻ പറഞ്ഞ് ആനക്കെടുന്ന് ഫോട്ടോ എടുക്കണം, ആന എടുക്കുന്നു. പക്ഷെ അവിടെ നിൽക്കാൻ വേണ്ടി പേടിയട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയതുണ്ടല്ലോ റെസ്റ്റോറൻറ്റിലാന്നേ. അച്ചോട്ടിന് പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ട് പഴംപൊരി വാങ്ങിക്കൊടുത്ത് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതാ മക്കളെ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് മക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്നുമില്ല, നേരെ കണ്ണൂരേക്കാണ്. നമ്മളിതാ നേരെ കണ്ണൂർ എത്തിയിട്ടുണ്ട്. മക്കൾ പറഞ്ഞ് ക്യാപിറ്റൽ മാൾ പോകണമെന്ന് പറഞ്ഞ് നേരെ ക്യാപിറ്റൽ മാൾ കേട്ടോ. മമ്മിയില്ലാത്ത കുറേ കാലത്തിന് ശേഷമുള്ള യാത്രയാണ്. പപ്പയും മക്കളും മാത്രമുള്ള അടിപൊളി യാത്ര. ഇതാ അവിടെ കയറിപാട് നോക്കിയാട്ടെ. അച്ചോട്ടൻ പറഞ്ഞു ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു. ബൈക്കുമ്പോൾ കയറിയിട്ട് ബട്ടൺ ചുറ്റിലായേ. ചുട്ടി ഓടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഓടിക്കണ്ട, കാരണം ഇതേ സാധനം വീട്ടിലുണ്ട്, അത് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ചോട്ടൻ മാത്രം ഒന്ന് കറങ്ങിയേ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിലാണ് കയറാനുള്ള. മക്കൾക്ക് ഈ ബുക്ക്, പെന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പരിപാടിയാണ്. ഇതാ ചാഞ്ചോട്ടി നോക്കിയിട്ട് ട്രോളി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. കയറിവാട് നോക്കി സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അവസാനം ഞാൻ വാങ്ങിക്കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ ഉള്ളിൽ കയറി കറങ്ങി ഇതാ അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഡ്ഷീറ്റിൻ്റെ കുറച്ച് ഓഫർ ഉണ്ട് തോന്നുന്നു. നമ്മളെ ബെഡ്ഷീറ്റിലാകെ ഈങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് മമ്മിയോട് ചോദിക്കാണ്ട് കുറച്ച് നല്ല ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതാ അച്ചൂട്ടായിട്ട് ഇതാ ഒരു ഷാർപ്നർ എടുത്തിട്ട് വേണം പപ്പയെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിൽ കുറേ ഉണ്ടല്ലോ എന്ന്. അവസാനം കൊണ്ട് ചിരിച്ച് കളിച്ച് സോപ്പിട്ട് ഓക്കതും വാങ്ങിക്കൊടുത്ത് നമ്മൾ നടന്നിതാ നേരെ മുകളിലേക്ക് വന്നേ. അതായത് ക്യാപിറ്റൽ മാളിൻ്റെ മുകളിൽ കളിക്കുന്ന സ്ഥലമുണ്ട്, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ നമ്മളിത് എസ്കലേറ്ററിലാണ് ഉള്ളത്. മക്കൾക്ക് ആദ്യത്തെ കയറാൻ വലിയ പേടിയാണ്. ഇപ്പം നോക്കുമ്പോൾ ഫുൾ എക്സ്പേർട്ട് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ. നമ്മളിപ്പോൾ ഇതാ ഏറ്റവും മുകളിൽ തിണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഫുഡ് കോർട്ട്. കുട്ടികളെ കളിക്കേണ്ട സ്ഥലം ഇവിടെയാണ്. പക്ഷേങ്കിൽ അവിടെ കളിക്കേണ്ട സ്ഥലത്ത് എന്തോ റിപ്പയറിങ് നടക്കുന്നതുകൊണ്ട് കളിയില്ല കേട്ടോ. അവസാനം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട പരിപാടി ഉച്ച സമയമാണ്. അപ്പോൾ എന്താ തിന്നേണ്ടത് പറഞ്ഞപ്പോൾ ഇതാ മക്കൾ പറഞ്ഞ് ഇത് മതിയെന്ന്, സ്പ്രിംഗ് പൊട്ടറ്റോ ഇത് കഴിക്കാനുള്ള പ്ലാനായി. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റൈൽ സാധനമാണ്, തിന്നാനും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയിട്ട് അതിൻ്റെ അകത്ത് പൊടിയെല്ലാം വിതറി നല്ല സുന്ദരനാക്കിയിട്ട് ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ മയനേഴ്സ് പോലത്തെ ആ സാധനം ആക്കിയാലുണ്ടല്ലോ, തിന്നാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ. ആകെ 5 റുപ്യേൻ്റെ ഉരുളക്കിഴങ്ങാറ്റാണ്. അവസാനം ഇത് 100 റുപ്യക്കാണ് നമ്മൾ വാങ്ങണ്ടേ. എന്തായാലും കുഴപ്പമില്ല. ഈ ഒരു സൈസിൽ നമുക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ആക്കാൻ കഴിയില്ല, ഈ ഒരു മിഷനിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതാ എല്ലാവരും ഓരോന്ന് വാങ്ങിയിട്ട് ഇതാ നമ്മൾ കൊടിയും പിടിച്ച് സിന്ദാബാദ് വിളിച്ച് കിടക്കും പോലെയാണ് ഉള്ള. എല്ലാവരും ഇതാ ജാതിയായിട്ട് അടുത്ത സീറ്റിൽ പോയിരിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് പാനിപ്പൂരി. നമ്മൾ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം വാങ്ങും കേട്ടോ. കാരണം ഈ ഫ്രൈഡ് ചിക്കനും ഇതുപോലത്തെ എല്ലാം തിന്നു കഴിഞ്ഞാൽ ഒരു മന്ദത ഉണ്ടാവും. ഇത് തിന്നു കഴിഞ്ഞാൽ നാവെല്ലാം നല്ലൊരു എരിവായിട്ട് നല്ല അടിപൊളിയാവുന്നുള്ളതാണ്. ഇതാ ജാനോട്ടിയുടെ തീറ്റയൊക്കെ മുഖത്തെല്ലാം ആക്കിയിട്ടെല്ലാം തിന്നു. ഇതാ ദേവൂട്ടിനും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഈ പാനിപ്പൂരിക്ക് ഇച്ചിരി എരിവുണ്ടാവില്ല, അതുകൊണ്ട് കൂടെ ഒരു ഷേക്കും വാങ്ങിനി. ഇതാ പാനിപ്പൂരി ഞാനിങ്ങനെയാണ് എടുത്ത് ബിതുങ്ങലേട്ടാ. അങ്ങനെ ഭക്ഷണ പരിപാടി സിമ്പിളായിട്ട് അങ്ങ് തീർത്ത് നമ്മളിതാ വീണ്ടും ഇറങ്ങലാണ്. ഇതാ ജാൻചുട്ടി ഉണ്ടാ എസ്കലേറ്ററിൻ്റെ ഒന്ന് ഡാൻസെല്ലാം കളിക്കും. ആൾ ഭയങ്കര എക്സ്പെർട്ടാണ്. എന്തായാലും ഡേഞ്ചറസ് ആണ്, കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ളത് എല്ലാവരോടും പ്രത്യേകം പറയുക. കുട്ടികൾ പിന്നെ സ്ഥിരം കയറുന്നതുകൊണ്ട് അവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇതാ ട്രോള് നിറയെ സാധനമുണ്ട്. നമ്മളവിടുന്ന് ബില്ലാക്കി നേരെ മമ്മീനെ കൂട്ടാൻ വേണ്ടി. മമ്മി ബോധീസിലാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. മമ്മി ഇവിടെ എന്തോ ചെറിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 1 മണിക്കൂർ ലേറ്റാകുമെന്ന് പറഞ്ഞ്. ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള എന്തെങ്കിലും ഒരു സാധനം എൻ്റെ മേത്തൊന്ന് പയറ്റിയെന്ന്. അവസാനം ഇവിടെ മസാജ് ഉണ്ട് പറഞ്ഞാൽ ഇതാ കാലിലും പിന്നെ മേത്തും അത് മസാജ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വെച്ച് ഇതാ മക്കളെല്ലാം റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ. അവരിതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കലാന്നേ. ഞാൻ മുന്നേ ആയുർവേദ മസാജ് ചെയ്തതിന് അതെന്ന് വെച്ചാൽ ഓൾ ബോഡിയാണ്, മൊത്തം ഒരച്ച് വൈലാശി തടി പൊന്താത്ത അവസ്ഥയിൽ അവരാക്കി തരും. പക്ഷേ ഇതുണ്ടല്ല വേറെ തന്നെ ഒരു മസാജ് കേട്ടോ. നമുക്ക് ശരിക്കും മൈൻഡും ശരീരം എല്ലാം റിലാക്സ് ആവും. സത്യം പറഞ്ഞാൽ അറിയാണ്ട് ഉറങ്ങിപ്പോവേ. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്ത് തന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് നല്ല ടെൻഷനും കാര്യം അങ്ങനെയെല്ലാം വരുമ്പോണ്ടല്ലോ ഇവിടെ പോയിട്ട് മസാജ് ചെയ്താൽ മതി, ടോപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതാ മമ്മീനെ നോക്കിയാൽ യൂണിഫോമിന് നല്ല രസമില്ലേ. എന്തായാലും ഇന്നത്തെ ലാസ്റ്റ്
മസാജിങ് അടിപൊളിയായിന്. എന്തായാലും അടുത്ത മാസം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതാ അതിൻ്റെ ഇടയ്ക്ക് പപ്പേനെ മസാജ് ചെയ്യുന്നിട്ട് ഇതാ ജാഞ്ചൂട്ടി അച്ചൂട്ടിനെ മസാജ് ചെയ്ത് നോക്കിയാട്ടെ. എന്തായാലും ഇന്ന് കുറേ കറങ്ങിയതാണല്ലോ, നമ്മൾ തലശ്ശേരിയായിട്ടുള്ള കറങ്ങി വന്നതാണ്. എന്തായാലും ഈ മസാജ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഫുൾ ഫ്രഷ് ആയിട്ടാ. ഇത് കഴിഞ്ഞിട്ട് നല്ല ചൂടുവെള്ളത്തൊരു കുളിയുണ്ട്. ആ കുളി ഉണ്ടല്ലോ കുളിച്ചാലും മടുക്കില്ല. കുറേ സമയം കുളിയും കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബായ്.